കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള IPL-ലെ നിർണായക പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൂപ്പർ താരം വിരാട് കോഹ്ലിയുടെ പുറത്താവൽ വൻ വിവാദത്തിൽ. റൺ ചേസിൽ ഉജ്ജ്വലമായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കെയാണ് പേസർ ഹർഷിത് റാണ എറിഞ്ഞ മൂന്നാമത്തെ ഓവറിൽ കോഹ്ലി പുറത്തായത്. 7 ബോളുകളിൽ 2 ഫോറും 1 സിക്സറും അടക്കം 18 റൺസ് എടുത്ത അദ്ദേഹത്തെ പേസർ ഹർഷിത് റാണ സ്വന്തം ബൗളിൽ പിടികൂടുകയായിരുന്നു. മൂന്നാം ഓവറിലെ ആദ്യ ബോളിലാണ് RCBയെ ഞെട്ടിച്ച് കോഹ്ലി വീണത്. അരക്കെട്ടിന്റെ ഉയരത്തിൽ വന്ന ഒരു ഫുൾ ടോസ് ബോളിനെ ബാറ്റ് കൊണ്ട് ബ്ലോക്ക് ചെയ്യാനാണ് ശ്രമിച്ചത്. പക്ഷേ ബാറ്റിൽ തട്ടി ഉയർന്ന ബോൾ നേരെ ഹർഷിതിന്റെ കയ്യിലേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് അമ്പയർ ഔട്ട് വിധിച്ചതോടെ കോഹ്ലി റിവ്യൂ എടുക്കുകയായിരുന്നു. റീപ്ലേകൾ പരിശോധിച്ച തേർഡ് അമ്പയറും ഈ തീരുമാനം തന്നെ ശരിവെക്കുകയായിരുന്നു. ക്രീസിന് അല്പം പുറത്തേക്ക് ഇറങ്ങിയാണ് കോഹ്ലി സ്ട്രൈക്ക് നേരിട്ടതെന്ന് റീപ്ലേയിൽ കാണാം. മാത്രമല്ല ബോൾ കയ്യിൽ നിന്നും റിലീസ് ചെയ്ത ശേഷം മുകളിൽ നിന്നും താഴേക്ക് വരുന്നതെന്നും ഇതിൽ നിന്നും വ്യക്തമാണ്. കോഹ്ലിയുടെ അരക്കെട്ടിന് നേരെയാണ് ഈ ബോൾ വരികയും ചെയ്തത്. ഈ കാരണത്താൽ തന്നെയാണ് തേർഡ് അമ്പയർ കോഹ്ലിക്കെതിരെ തീരുമാനം പ്രഖ്യാപിച്ചത്. തേർഡ് അമ്പയറുടെ തീരുമാനം അദ്ദേഹത്തെ ശരിക്കും ഞെട്ടിക്കുക തന്നെ ചെയ്തു. രോഷത്തോടെ ക്രീസ് വിടവേ പെട്ടെന്ന് അമ്പയർമാരുടെ അരികിലേക്ക് വന്ന കോഹ്ലി അവരോട് രോഷം പ്രകടിപ്പിക്കുകയും വാദിക്കുകയും ചെയ്യുന്നത് കാണാമായിരുന്നു. നോൺ സ്ട്രൈക്കറുടെ എഡ്ജിലുണ്ടായിരുന്ന RCB ക്യാപ്റ്റൻ ഫാഫ് ഡു പ്ലസിയും ഈ തീരുമാനത്തിൽ തൃപ്തനായിരുന്നില്ല. കോഹ്ലി പുറത്തായി മടങ്ങുമ്പോൾ അമ്പയറോട് ഡ്യൂ പ്ലസി പുറത്താവലിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ ഭാഗത്തു നിന്നും സമ്മിശ്ര പ്രതികരണമാണ് കോഹ്ലിയുടെ പുറത്താവലിനെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വിഭാഗം ആരാധകർ കോഹ്ലി ശരിക്കും ഔട്ട് തന്നെയാണെന്ന് അഭിപ്രായപ്പെടുമ്പോൾ അത് ഔട്ടല്ലെന്നാണ് മറ്റൊരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. തേർഡ് അമ്പയറുടെ തീരുമാനം ഒട്ടും ശരിയല്ല, അതും നോട്ട് ഔട്ട് തന്നെയാണ്. വ്യത്യസ്ത ആംഗിളിൽ നിന്നും നോക്കിയാൽ ബോൾ വിരാട് കോഹ്ലിയുടെ നെഞ്ചിന് നേരെയാണ് വരുന്നതെന്നും വ്യക്തമായി കാണാം. ഉറപ്പായും നോ ബോളും ഫ്രീ ഹിറ്റും വിധിക്കേണ്ട ബോളാണിത്. ഇത്തരം സന്ദർഭങ്ങളിൽ സംശയത്തിന്റെ ആനുകൂല്യം ലഭിക്കേണ്ടതും ബാറ്റർക്കാണ്. പക്ഷേ തേർഡ് അമ്പയർ കോഹ്ലിക്കെതിരെയാണ് തീരുമാനം പ്രഖ്യാപിച്ചതെന്നും ആരാധകർ വിമർശിക്കുന്നു. ഇതെങ്ങനെ നോ ബോൾ ആവാതിരിക്കും? വിരാട് കോഹ്ലിയുടെ പൊസിഷൻ നോക്കൂ. ഈ സീസണിലെ IPL-ൽ അമ്പയർ വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ്. അത് നോബോൾ തന്നെയാണെന്ന് അമ്പയർമാർ പോലും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ തേർഡ് അമ്പയർ വളരെ മോശം തീരുമാനമാണ് സ്വീകരിച്ചത്. ഇതിൽ കോഹ്ലി അരിശം പ്രകടിപ്പിച്ചതിൽ യാതൊരു തെറ്റുമില്ലെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടി. വിരാട് കോഹ്ലി ഔട്ട് തന്നെയാണ്. തേർഡ് അമ്പയറുടെ തീരുമാനം വളരെ കൃത്യം തന്നെ. ക്രീസിന് പുറത്തു നിന്നാണ് കോഹ്ലി സ്ട്രൈക്ക് നേരിട്ടത്. മാത്രമല്ല ബോളിന്റെ ഇമ്പാക്ട് നോക്കിയാൽ അത് അരക്കെട്ടിന് താഴേക്കാണ് വരുന്നതെന്ന് വ്യക്തമായി കാണാമെന്നും ആരാധകർ പറയുന്നു.